എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 154/2024. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തിരഞ്ഞെടുക്കുന്നവർ മുൻകാല ചോദ്യപേപ്പറുകൾ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളെ വരുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, കുണ്ടറ വിളംബരം. തന്നിരിക്കുന്നവയിൽ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ 1ഉം 3ഉം. തിരുവിതാംകൂറിലെ ദളവ, കുണ്ടറ വിളംബരം എന്നിവയാണ് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 1857 കലാപത്തിൽ ശിപ്പായിമാർ പങ്കെടുത്തിരുന്നില്ല. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്? ജനറൽ അസംബ്ലി, INA, സെക്യൂരിറ്റി കൗൺസിൽ. തന്നിരിക്കുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി 2 INA. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സൺയാത്സൻ കുമിന്താങ്, മാവോ സേതുങ് ലോങ് മാർച്ച്, മുസോളിനി റെഡ് ഷർട്ട്സ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1ഉം 2ഉം. സൺയാത്സൻ കുമിന്താങ്, മാവോ സേതുങ് ലോങ് മാർച്ച്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ 2ഉം 3ഉം. അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡ് ആണ് പിണറായി മറികടന്നത്? ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ഓപ്ഷൻ സി അച്യുതമേനോൻ. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് നിലവിൽ പിണറായി വിജയൻ്റെ പേരിലാണ്. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് പിണറായി മറികടന്നത്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂനമർദ്ദ മേഖല. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. പ്രസ്താവനകളിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 2 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്? കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ വാഴക്കുളം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാഴക്കുളത്താണ്. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവും ആണ്. വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളലുണ്ടാകുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം? കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവുമാണ്. വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളലുണ്ടാകുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി കറുത്ത മണ്ണ്. കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി മണിപ്പൂർ. മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലാംജാവോ ദേശീയോദ്യാനം.
ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമ അസ്വസ്ഥത. ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം അറിയപ്പെടുന്നത് പശ്ചിമ അസ്വസ്ഥത എന്നാണ്. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഓപ്ഷൻ സി സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാണ് അറിയപ്പെടുക. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ADP ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. എല്ലാം അനുയോജ്യമാണ്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. എല്ലാം ശരിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. ചേരുംപടി ചേർക്കുക. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി. A2, B3, C1. ഉദാരവൽക്കരണം. ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. സ്വകാര്യവൽക്കരണം. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ആഗോളവൽക്കരണം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. ചേരുംപടി ചേർക്കുക. വിവിധതരം തൊഴിലില്ലായ്മ വിവരണം. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക. വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ. സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി. A3, B4, C1, D2. പ്രകടമായ തൊഴിലില്ലായ്മ, തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ, ഘടനാപരമായ തൊഴിലില്ലായ്മ, സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ, കാലികമായ തൊഴിലില്ലായ്മ, പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. ചേരുംപടി ചേർക്കുക. പദ്ധതികൾ, പ്രത്യേകതകൾ. 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പദ്ധതി, 3-ാം പദ്ധതി, 9-ാം പദ്ധതി, 11-ാം പദ്ധതി. ഗാഡ്ഗിൽ യോജന, കൃഷിക്ക് പ്രാധാന്യം, PC മഹലനോബിസ്, സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ. A2, B3, C1, D4, E5. 1-ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം, 2-ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ്, 3-ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന, 9-ാം പദ്ധതി സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച, 11-ാം പദ്ധതി
ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? ഓപ്ഷൻ ബി 5.1%. ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ 5.1% ധനക്കമ്മി. യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഊർജം, ധാതുസമ്പത്ത്, സിമൻറ്റ് കോറിഡോർ, തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന കോറിഡോർ, ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ, സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ. യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ബി അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി. 21ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി 52ാം ഭേദഗതി. 52ാം ഭേദഗതിയാണ് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൃഷി, വിദ്യാഭ്യാസം, ജയിൽ, ബാങ്കിംഗ്. തന്നിരിക്കുന്നവയിൽ കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. തന്നിരിക്കുന്നവയിൽ വിദ്യാഭ്യാസമാണ് കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തതേത്? അയിത്ത നിർമ്മാർജ്ജനം, കൃഷിയും മൃഗപരിപാലനവും, ഏകീകൃത സിവിൽ നിയമം, വ്യവസായ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? ഓപ്ഷൻ സി ബിൽ നമ്പർ 173/2023. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബിൽ നമ്പർ 173/2023 ആയിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ പരിയുടെ പൂർണ്ണരൂപം. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ PARI പരിയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ ബി പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നതാണ് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രൊജക്റ്റായ പരിയുടെ പൂർണ്ണരൂപം. സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്ക് 2 സഭകളുണ്ട്. തന്നിരിക്കുന്നവയിൽ സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഓൺലി 1 and 2. ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാകുന്നത്. താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൾ ഓഫ് ദ എബോവ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. കല്ലേൻ പൊക്കുടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പ്രസിദ്ധനായ
പരിസ്ഥിതി സംരക്ഷകനാണ്. ആന്ധ്രാപ്രദേശാണ് സ്വദേശം. കല്ലേൻ പൊക്കുടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, ഓൺലി 1 and 2. കല്ലേൻ പൊക്കുടൻ പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്, പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലെ എടക്കീൽ തറയിലാണ് കല്ലേൻ പൊക്കുടൻ ജനിച്ചത്. തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി, ഓൺലി 1 and 3. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി പ്രേംജിത്താണ്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി, ഓൺലി 1 and 3. കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷൻ, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്, KSCEBCFCയുടെ നിലവിലെ ചെയർമാൻ വെബ്സൈറ്റുകൾ പ്രകാരം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. അടുത്ത ചോദ്യം, കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ VV വേണു, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നവയിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായ പ്രസ്താവന. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, നിലവിലെ ചീഫ് സെക്രട്ടറി A ജയതിലകാണ്. അടുത്ത ചോദ്യം, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ്റാണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ഇവരെ നിയമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരു അംഗമാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓൾ ഓഫ് ദ എബവ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഹൃദ്രോഗം, അമിതവണ്ണം, പക്ഷാഘാതം, മലേറിയ. തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, മലേറിയ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ ബി, ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി. മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ക്യൂലെക്സ് കൊതുക്. ക്യൂലെക്സ് കൊതുകുകളാണ് മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി, സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതിയാണ് തന്നിരിക്കുന്നവയിൽ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഓപ്ഷൻ സി, ജീവകം ഡി. ജീവകം ഡി ആണ് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഓപ്ഷൻ ഡി, കരൾ. കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്നത്.
ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഓപ്ഷൻ ബി വാസോപ്രസിൻ. വാസോപ്രസിൻ ആണ് ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഓപ്ഷൻ എ തിമിരം. തിമിരമാണ് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഘർഷണം ഊർജ്ജനഷ്ടമുണ്ടാക്കുന്നില്ല. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണ്. ഘർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു. ഘർഷണം ചലനത്തെ എതിർക്കുന്നു. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ എ 1 മാത്രം. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി 1, 2 എന്നിവ. TKക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല. 1 യൂണിറ്റ് ഫാരൻഹീറ്റ് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. താഴെ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലം ഏതാണ്? തന്നിരിക്കുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലം ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണ ബലം. തന്നിരിക്കുന്നവയിൽ ഗുരുത്വാകർഷണ ബലമാണ് വികർഷണം ഇല്ലാത്ത ബലം. താഴെ പറയുന്നവയിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത്. തന്നിരിക്കുന്നവയിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത് ഓപ്ഷൻ ഡി NPL. 2023 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻഡ് പൾസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. അറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തെ സഹായിക്കുന്നു? ഓപ്ഷൻ സി ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണ്? ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം ഓപ്ഷൻ സി പർപ്പിൾ. PH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം എന്താണ്? PH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം ഓപ്ഷൻ എ പച്ച. ഒരു മൂലകത്തിന് W അറ്റോമിക ഭാരവും N അറ്റോമിക സംഖ്യയുമുണ്ട്. എന്നാൽ അതിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ N. ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു? ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി അമാൽഗം. ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ സി സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ്. സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? ഓപ്ഷൻ ബി OV വിജയൻ. OV വിജയനാണ് അപ്പുക്കിളി എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ്. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ഓപ്ഷൻ എ എഴുത്തച്ഛൻ. എഴുത്തച്ഛനാണ് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരമാരാണ്? ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആരുടേതാണ് ഈ വരികൾ? ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആരുടേതാണ് ഈ വരികൾ? ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി.
2023 വയലാർ അവാർഡ് നേടിയത് ആരാണ്? 2023 വയലാർ അവാർഡ് നേടിയത് ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് 2023 വയലാർ അവാർഡ് നേടിയത്. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, യക്ഷഗാനം. തന്നിരിക്കുന്നവയിൽ കേരളീയ കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ മോഹിനിയാട്ടം. ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൂടൽമാണിക്യം ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളെയും ആട്രിബ്യൂട്ടുകളെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളെയും ആട്രിബ്യൂട്ടുകളെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം. ഓപ്ഷൻ എ CSS. ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര്. ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര്. ഓപ്ഷൻ സി ഗ്രിഡ്. വിവരസാങ്കേതിക വിദ്യ നിയമത്തിൽ 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം. പ്രസ്താവനകളിൽ ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ്. ഓപ്ഷൻ സി ബ്ലിങ്ക് എക്സ്. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിനെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിൽ ആണ്. താഴെ പറഞ്ഞവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഏതെല്ലാം? തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. തന്നിരിക്കുന്നവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി പ്രസ്താവന 1, 3 ശരിയാണ്. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്ര? ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 48 മണിക്കൂർ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണുള്ളത്? ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ എ കിഷോർ മക്വാന. കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. കുട്ടികൾക്കെതിരെയായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? കുട്ടികൾക്കെതിരെയായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം. ഓപ്ഷൻ ബി 2019. 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത്? 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി. ഓപ്ഷൻ ഡി ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റി. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ മജിസ്ട്രേറ്റ്. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ
After a long inquiry, they bought dash you from Chennai. Option B, A. After a long inquiry, they bought a you from Chennai. Complete the given sentence using a suitable preposition. The proposal had significant drawbacks, so she was angry dash my decision to accept it. Option D, at. The proposal had significant drawbacks, so she was angry at my decision to accept it. Which of the following is correctly spelled? Lapidary. Option C, Lapidary, lapidary. Find one word for a public place for walking. A public place for walking called option A, promenade. She said to him, stay here until your turn comes. Report the given sentence. Stay here until your turn comes. Report the given sentence. Option C, she requested him to stay there until his turn came. Which of the following words is the antonym of the word defiance? Antonym of the word defiance. Option B, submission. 87ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. ബ്ലഡ് ഷോട്ട് ഐസ്. ഓപ്ഷൻ A, adjective. Choose the correct question tag. Few people seem to understand these new regulations. Dash question mark. Option C, do they? Few people seem to understand these new regulations. Do they? Complete the given sentence using a suitable phrasal verb. Everyone expected him to dash within a week and start succeeding. Option A, come around. Everyone expected him to come around within a week and start succeeding. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. 91ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ് എന്നതിന് സമാനമായ മലയാള പഴഞ്ചൊല്ലേതാണ്? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കൺടെംപ്റ്റ്. ഓപ്ഷൻ സി, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി, 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. മാങ്ങാക്കറി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? മാങ്ങാക്കറി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഓപ്ഷൻ ബി, മാങ്ങയാൽ കറി. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി, മാനി, മാനൻ. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി ഏത്? ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഓപ്ഷൻ സി, കുതിരക്കച്ചവടം. കാട് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? കാന്താരം, കന്ദരം, വിപിനം, അടവി. കാട് എന്ന അർത്ഥം വരാത്ത പദം ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഓപ്ഷൻ എ, പ്രയാസം, ആയാസം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. യാദൃച്ഛികം. ശരിയായ പദം ഓപ്ഷൻ സി. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ്മെ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ഡി, നമ പ്ലസ് എ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.